അങ്ങനെ ഇന്ത്യയിൽ മാരുതി ആദ്യമായിട്ട് അവരുടെ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ മോഡലായിട്ടുള്ള ഗ്രാൻഡ് ഇ വിത്താര ഇറക്കിയിരിക്കുകയാണ്. അതായത് 61 കിലോ വാട്ട് ബാറ്ററിയാണ് ഇതിനുള്ളത്. 500 കിലോമീറ്റർ റേഞ്ചാണ് ഇതിന് പറയുന്നത്. പോളിഹെഡ്രൽ മസ്കുലർ സ്റ്റാൻസ് രൂപത്തിലുള്ള എയറോഡൈനാമിക് ഡിസൈനാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഒരു ഫോറിൻ ലുക്ക് ആൻഡ് ഫീൽ മോഡലാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഈ വാഹനം അപ്രകാരം ഉള്ള ഒരു ഡയമെൻഷൻ ഇതിൽ കാണുന്നുണ്ട്. 20 ലക്ഷം പ്ലസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതായത് ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് പിന്നെ അതിന് എൻജിനൊന്നും കാണത്തില്ല, പക്ഷേ ക്ലച്ചും ഇല്ല, ഗിയറും ഇല്ല. ഇത് വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം മാരുതിയിലെ വണ്ടി ആയതുകൊണ്ട്, മാരുതി ഇന്നുവരെ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇറക്കാത്തതുകൊണ്ട് ഇത് വലിയൊരു തരംഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. 500 കിലോമീറ്റർ റേഞ്ചും ഉണ്ട്. അപ്പോൾ 500 കിലോമീറ്റർ റേഞ്ച് ഒറ്റ ഫുൾ ചാർജിന് കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ മോഡലാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മോഡൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇന്ത്യയിൽ സൃഷ്ടിക്കും. ഒരുപാട് സെയിൽസ് ജനറേറ്റ് ചെയ്യും. മാത്രമല്ല വണ്ടിക്ക് ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ ലുക്ക് ആൻഡ് ഫീലും ഉണ്ട്. അതുകൊണ്ട് വിശാലതയുണ്ട്. 5-6 പേർക്ക് ഇരിക്കാൻ പറ്റും. വീൽ ബേസ് കൂടുതലാണ്. സ്ട്രോങ് സ്റ്റേഡി ബോഡിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ മാരുതിയുടെ തന്നെ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യയിൽ ജനങ്ങൾ വാങ്ങാൻ തയ്യാറാവും, പ്രത്യേകിച്ചും അത് ഇലക്ട്രിക് ആകുമ്പോൾ. ഒറ്റ ഫുൾ ചാർജിന് 500 കിലോമീറ്റർ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള കാറുകൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ടാറ്റയുടെ ടിയാഗോ അടക്കം 300-നും 380-നും ഇടയിൽ മാത്രമേ ഉള്ളൂ ഒറ്റ ഫുൾ ചാർജ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചുള്ള പരാതി അധികം പേർക്കും ഉള്ളത് അത് ഒറ്റ ഫുൾ ചാർജിന് ഒരുപാട് ദൂരം പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ 500 കിലോമീറ്ററൊക്കെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് വൻ ലാഭമാണ്. കേരളത്തിൽ ഒരുപാട് പേര് അതെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്ക് വരാനും കോട്ടയത്തേക്ക് പോകാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടല്ലോ. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. പലവരും ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ ഇത് വലിയൊരു ആശങ്കയായി തീർന്നിരിക്കുകയാണ്. പക്ഷേ മാരുതി അത് ഈ വിത്താരയിലൂടെ നികത്തി.